ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ആയാലൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് രാവിലെ എണീറ്റ് എൻ്റെ മോനെയും മടിയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് പുറത്ത്. കാക്കനൊക്കെ നോക്കിയിട്ട് ഓൻ ഇരിക്കുകയാണ്. പിന്നെ ക്യാമറ കണ്ടപ്പോൾ ആളിങ്ങനെ ചിരിക്കണം അതിലേക്ക് നോക്കിയിട്ടൊക്കെ. ഇതാ ഞാൻ നിൽക്കുന്ന മുന്നേ നീക്കുന്ന ആളാണെന്ന് കുറച്ച് ലേറ്റ് ആയിക്കണം. അപ്പോൾ നമ്മൾ പുറത്തിങ്ങനെ ഇരിക്കണം. അപ്പോഴത്തേനും ഉമ്മയ്ക്കിതാ ചായയൊക്കെ ആക്കി കൊണ്ട് നിൽക്കണം. ആദ്യം എനിക്ക് കാൽച്ചായ നിർബന്ധമില്ലേനു, അപ്പം ഭയങ്കര നിർബന്ധമായിക്കണം. അതും ബിസ്ക്കറ്റും മുക്കിയിട്ട് ഇങ്ങനെ കുടിക്കണം, അപ്പോൾ ഒരു സുഖം കിട്ടുള്ളൂ. അങ്ങനെ ഇതാ നല്ല കട്ടനും ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റും കൂട്ടിയാണെന്ന് ഡേ സ്റ്റാർട്ട് ചെയ്യണത്. ചായ അത്ര നല്ലതല്ല എനിക്കറിയാം, പക്ഷെ എന്നാലും ഇത് കുടിക്കാൻ ഞാനൊരു സുഖം ഉണ്ടാവില്ല. പക്ഷെ എന്നാലും അങ്ങനെ ചായ കുടിക്കില്ല കേട്ടോ. അതാ നീച്ചാലൊരു ചായ, പത്തിരിക്കൊരു ചായ, പിന്നെ അതാ വൈകുന്നേരം, അത്ര 3 ചായ കുടിക്കും. അങ്ങനെ അതാ ചായയും ബിസ്ക്കറ്റൊക്കെ കുടിച്ചതിന് ശേഷം മോനെ പിന്നീൻ്റെ കൈമ കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഓനിപ്പോൾ 11 മാസമായിരിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം എൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുന്നത്. അപ്പോഴത്തേന് ആളിതാ പിടിച്ചെടുക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതാ സോഫേൻ്റെ മേലെ കിട്ടിയാൽ ഇങ്ങനെ കയറിയിട്ടൊക്കെ ഇതാ ഇങ്ങനെ ഇരിക്കും. അപ്പോഴത്തേന് അമ്മ തിരുമ്പി കിട്ടിക്കണം. ഞാൻ പിന്നെ എന്താ മോനങ്ങനെ നോക്കി നിൽക്കും. ഇവനങ്ങനെ മടിയിൽ വെക്കാനും പറ്റില്ല, എടുത്തെടുക്കണം എന്നാൽ പ്രശ്നമില്ല. മടിയിൽ വെച്ചിനി അപ്പം എനിക്ക് താഴ്ത്തിറങ്ങണം. പിന്നെ അതാ ഇങ്ങനെ നെരുങ്ങിയിട്ട് സ്റ്റെപ്പ് കയറൽ, അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ പണി. അപ്പം അത് ഞാൻ ഇതിൻ്റെ മേലെ കയറ്റി ഇരുത്തി തന്നു. കുറച്ചേരം അവിടെ നിന്നോളം വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ പോയി നോക്കിയപ്പോൾ ഉപ്മാവ് ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ പൂരി, അതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ വാട്ടിലുണ്ട്. അപ്പം മോനക്ക് നമ്മൾ മുത്താരാണ് അധികം കൊടുക്കൽ രാവിലെ. മുത്താരയും ബേബി ബീറ്റൊക്കെയാണ്, പക്ഷേ ബേബി ബീറ്റൊക്കെ കഴിഞ്ഞിരിക്കണം. അപ്പോൾ പിന്നെ മുത്താരയും വൈകുന്നേരം കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാ പായ ഒന്ന് പൊയിഞ്ഞിട്ട് മിക്സിയിലടിച്ചിട്ട് അത് കൊടുക്കാൻ വിചാരിച്ച്. അപ്പോൾ അത് കൊടുക്കാൻ പോണതിൻ്റെ മുന്നേ ഉള്ളതാണ് ഇതൊക്കെ. പിന്നെ അതാ അപ്പോൾ ഞാൻ താഴെ എത്തിയിട്ടുള്ളൂ. ആളത് സ്റ്റെപ്പ് കയറാൻ വേണ്ടി പോയി, എന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളെ കണ്ണ് തെറ്റിയാലാക്കുതാ സ്റ്റെപ്പ് കയറില്ല പണി. ഞാൻ അവിടെ എന്തെങ്കിലും വെക്കണം, അത് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വെച്ചാലും അതിന് വണ്ടി പിടിച്ച് നിൽക്കും. സ്റ്റെപ്പ് ഇപ്പോൾ 5-6 സ്റ്റെപ്പ് കയറാൻ പഠിച്ചിരിക്കണ്. ഞാൻ ബാക്കിലൊക്കെ നിൽക്കുന്നുണ്ട് ഒരു സപ്പോർട്ടിന്. പിന്നെ ഇങ്ങനെ എടുത്തുകൊണ്ടൊരു പിന്നെ ഇത് എൻ്റെ പണി, എനിക്ക് വേഗം കയറാൻ വേണ്ടി പോകണം. കേൾക്കാൻ പോകുന്ന അവസാനത്തോടെ നമ്മൾ സ്റ്റേജ് ഒരുക്കിയിട്ട് ഹൈറ്റിന് വേണ്ടിയിട്ട് പല്ല് തേക്കാണ് വെച്ചാൽ അർസാൻ്റെ പല്ല് തേക്കലും നല്ലോണം എടുത്ത് അപ്പൊക്കെ തിന്നിൻ്റെ ഫോണൊക്കെ സോഫൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുള്ള അല്ലേ, എന്തൊക്കെ ചെയ്ത് പറഞ്ഞുണ്ടോ. പിന്നെ അതാ കിച്ചണിലൊക്കെ എന്നപ്പം ഉച്ചക്കത്തെ പണിയൊക്കെ എടുക്കുന്നുണ്ട് രാവിലത്തേൻ്റെ അപ്പുറം തന്നെ. അപ്പം ഇന്ന് മീൻ മുളക് ഇട്ടത്, കഷ്ണം മീൻ മുളക് ഇട്ടത്, കർമ്മൂസക്കരയൊക്കെയാണ് പ്ലാന്. ഞാനപ്പോൾ എനിക്കിത് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം താഴ്ത്തിയതാ കുറച്ച് കളിപ്പിക്കാൻ വേണ്ടിയിട്ട്. ആയിട്ട് ബീരാങ്കാക്ക വരുന്നുണ്ട്. എന്തൊക്കെയാണ് ആ ആയുധങ്ങൾ കണ്ടോ. രാവിലെ നീച്ചാൽ ചായ നല്ല വേണ്ടിയില്ല, കുറച്ചും കൂടെ നിരത്തിയിടണം. ഇപ്പോൾ 2 ആയിപ്പോയി. അതാ അതെടുക്കാൻ ഉസ്മാങ്കാക്ക പോകുന്നുണ്ട്. നഴ്സറി പോണ്ടേ? പോണം നഴ്സറിയൊക്കെ ഇപ്പം ഉണ്ട്. ഞാൻ പാടിക്കൊടുത്ത് നഴ്സറി പോകണ്ട, ഞാൻ പാട് ഇതിൽ പാടിക്കൊടുക്ക്. അമ്മീൻ്റെ വീഡിയോയിൽ വരണ്ടേ? ഇവിടെ ഓൻ്റെ പാട്ടിന് ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ആ പാട്. ഇങ്ങനെ നല്ലോണം പാടൂലേ ഈ ജലദോഷം പിടിച്ചിരിക്കണേ. അതുകൊണ്ട് ജലദോഷം പിടിച്ചതിനോണ്ട് നമ്മളെ ഗായകൻ അർസാൻ ആസിക്കിന് പാടാൻ പറ്റണില്ല അല്ലേ. ഓക്കെ ശരി, ഇങ്ങനെ ആ തുമ്പീവ ഇവിടെ. ആള് നല്ലോണം പാടും. ഇപ്പം ഫോണൊക്കെ കണ്ടതുകൊണ്ട് കുറച്ച് മാഞ്ഞാളം കളിച്ചിട്ടാണ് പാടുന്നത്. അപ്പോൾ ഇതാ ഇപ്പം ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നേക്കാണ്. നമുക്കിത് ഉപ്മാവുണ്ട്, പൂരി, ബീഫ് കറി. അപ്പം ഞാനിതാ പോനക്ക് പൂരി എടുത്തിട്ട് ഇതാ
കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ എനിക്കത് ഫോൺ വേണം. ഫോണില്ലാണ്ട് അവർക്ക് ഇറങ്ങില്ലല്ലോ. അപ്പോൾ ഞാൻ പത്തിരി മുറിച്ചിട്ട് കൊടുത്തിട്ട് ഫോണും കൊടുത്തു. അപ്പോൾ ഞാൻ ഈ ചൂട്ടാപ്പിനെ ഉറക്കി. എനിക്ക് തീരെ ഉറക്കില്ല. എടുത്ത് നടക്കേണ്ടി വരും. നിലത്ത് വെച്ചാൽ നിൽക്കുക വായിലൊക്കെ ഇടുന്ന പണിയാണ്. അപ്പോൾ എന്നെ ഓനെ ഉറക്കിയാലേ ഉള്ളൂ എൻ്റെ പണി നടക്കുള്ളൂ. എനിക്ക് പിന്നെ പ്രത്യേകിച്ച് പണിയില്ല, എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഓനെ ഉറക്കൽ കഴിഞ്ഞതിന് ശേഷം കിച്ചണിലൊക്കെ പോയപ്പോൾ നല്ല കഷ്ണമീൻ പൊരിക്കുന്നുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് കർമൂസക്കറിയും പിന്നെ മീൻ മുളക് ഇട്ടിക്കണമല്ലോ, അതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ. പിന്നെ മത്തി എനിക്ക് തീരെ ഇഷ്ടമില്ല, അതുകൊണ്ട് കുഞ്ഞമ്മത്തി. പിന്നെ നമ്മൾ കർമൂസ ഉപ്പിലിട്ടിക്കണം, അത് പിന്നെ എന്നിട്ടിട്ടുള്ളൂ, അത് കഴിക്കാനായിട്ടില്ല. അപ്പോൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഒരു ഫേസ് പാക്ക് ഇടാൻ വേണ്ടി പോയായിരിച്ചു. അങ്ങനെ മഞ്ഞളും കടലക്കപ്പൊടിയും ചെറുനാരങ്ങയും പാലും, ഇത് 4 എണ്ണമാണ് വേണ്ടിയത്. മഞ്ഞളൊക്കെ വാങ്ങിയിട്ട് കുറേ ആയി. അപ്പോൾ കടലക്കപ്പൊടി ഇരുന്നു. പിന്നെ കടലക്കപ്പൊടി വാങ്ങിയിട്ടും കുറച്ച് ദിവസമായി. ഇടാനുള്ള സമയം കിട്ടിയില്ല. അപ്പോൾ കുറച്ച് പരിപാടിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന് ഫേസൊക്കെ ഒന്ന് നല്ല തിളങ്ങിക്കോട്ടെ വിചാരിച്ചു, ടാനൊക്കെ പോയിക്കോട്ടെ വിചാരിച്ചു. പക്ഷെ ഇപ്പം കിട്ടപ്പോൾ മഞ്ഞളെനിക്ക് അലർജി ഉണ്ട് തോന്നുന്നു. അലർജി അല്ല, ചിലർക്ക് പറ്റില്ല, സ്കിന്നിന് കുരുവൊക്കെ വരുമല്ലോ. ഇപ്പം എനിക്ക് 2 എണ്ണം വന്നിരിക്കണം, അതുകൊണ്ടാണ് തോന്നുന്നത്. ഇപ്പം എന്താ അറിയില്ല കേട്ടോ. പക്ഷെ നല്ലൊരു ഫേസ് പാക്കാണിത്. ഞാൻ ആരതോ കണ്ടതേനു, ഇതൊരു വീഡിയോ കണ്ടതാണ്. അങ്ങനത്തെ അതൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു 10-20 മിനിറ്റ് വെച്ചാൽ മതി. പിന്നെ കുളിച്ച് ഫ്രഷായി ഞാൻ എൻ്റെ റൂമിൽ നിന്നാണ് കുളിച്ചത്, അല്ലെങ്കിൽ താഴത്തു നിന്നാണ് കുളിക്കല്. അപ്പം മേലെ പോയി കുളിച്ച് മാറ്റിയിട്ട് താഴത്തേക്ക് പോവാണ്. എനിക്ക് നിസ്കരിക്കണം, ഫുഡ് കഴിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ലുട്ടാപ്പി നീച്ചിക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരം അവനെ കളിപ്പിക്കണം. എനിക്കിത് വണ്ടീൻ്റെതാ മിററൊക്കെ കൊടുത്തിക്കണം. ഓൻ്റെ കളി കഴിഞ്ഞപ്പോൾ ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ട് ഉമ്മയാണ് പോണത്. എനിക്കിതാ കർമൂസയും ചോറൊക്കെ മിക്സ് ചെയ്തിട്ട് അതാണ് കൊടുക്കണത്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ നമുക്കിതാ കഷ്ണം മീൻ കറി, മീൻ്റെ പേരിക്ക് മറന്നുപോയി, കർമൂസയും അതൊക്കെ കൂട്ടി കഴിക്കുമ്പോഴാണ് എൻ്റെ അമ്മ പപ്പടമായിട്ട് വരുന്നത്. അപ്പോൾ പപ്പടവും അച്ചാറൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ പിന്നെ കഴിച്ചത്. അപ്പോൾ ഞാൻ 2 നൈറ്റ് കോളിൻ്റെ ഓർഡർ വന്നിരുന്നു. അപ്പോൾ ഞാൻ ഒന്ന് നമുക്കും ഉണ്ടാക്കാം, 2 അവർക്ക് കൊടുക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടി കോണൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണം. പിന്നെ പേസ്റ്റ് ഉള്ളതുകൊണ്ട് സുഖമായി, ഒരു പറഞ്ഞപ്പോൾ ഉണ്ടാക്കാൻ പറ്റും. മറ്റേത് പിന്നെ കുറച്ച് പണിയുണ്ടല്ലോ ഇത് ഉണ്ടാക്കൽ. അങ്ങനത്തെ കോണൊക്കെ സെറ്റായിക്കണേ. പിന്നെ പ്രത്യേകിച്ച് വീഡിയോസ് ഒന്നും എടുത്തില്ലേനും. പിന്നെ നമ്മളിതാ വൈകുന്നേരത്തെ ചായക്കുന്നതാ പഴം പൊരിച്ചതും പിന്നെ ബേക്കറിത്തെ കൊള്ളിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പഴമൊക്കെ പൊരിച്ച് കട്ടനും കൊള്ളിയൊക്കെ കൂട്ടിയിട്ട് നല്ലോണം ചായ കുടിക്കണം. എന്നാണ് നല്ല അടിപൊളി മഴ. ഇപ്പോൾ ഒരു വൈകുന്നേരമായിട്ടുണ്ടെങ്കിൽ അടിപൊളി ഇടിയും മഴയൊക്കെ ആണല്ലോ. അപ്പോൾ മഴയൊക്കെ ആസ്വദിച്ചിട്ട് ചായ കുടിക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.